ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം, എന്താണ് നമ്മുടെ ജിനിൽ ജോസഫ് നിങ്ങളുടെ പേ ഔട്ടിൻ്റെ ദിവസം 10 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കണക്ക് പ്രകാരം ഇന്ന് 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് അവൻ ഇ.ഡി വന്നതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് 10 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേ ഔട്ടിൻ്റെ ദിവസം ഫെബ്രുവരി 5-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ പറയുന്നത് ഇ.ഡി വന്നത് എന്തായാലും നന്നായി എന്നാണ്. അപ്പോൾ ഇ.ഡി വന്നത് വളരെ മോശമായി എന്ന് ഇവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇ.ഡി വന്നത് എന്തായാലും നന്നായി എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന കാര്യം വിഡ്ഢികളായ അനുയായികൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇ.ഡിയും CBIയും ഇതിൻ്റെ അടിവേര് വരെ തോണ്ടും എന്നുള്ളതിൽ യാതൊരു വിധ സംശയവുമില്ല. അപ്പോൾ ഇന്നലെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ പാൻ ഇന്ത്യൻ സുന്ദരിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ ഒക്കെ ആയിരുന്ന സതീഷ് കുമാർ എസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഇൻട്രോയിൽ നിന്ന് HROTDയുടെ ക്രിയേറ്റീവ് ഹെഡാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അഭിമാനകരമായ സ്ഥാനം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അറിയില്ല HROTDയുടെ ക്രിയേറ്റീവ് ഹെഡ് ആണോ എന്ന്. അപ്പോൾ ഇത്തരം സംഭവ വികാസങ്ങൾ കള്ളന്മാരായ ലീഡർമാർ പറയുന്നു ഇത് നമ്മുടെ ഇ.ഡി വന്നത് നന്നായി എന്ന്. പക്ഷേങ്കിൽ അതുമായി സഹകരിച്ചിട്ട് അറിയാതെ ഇതിൽ പെട്ടുപോയ ആൾക്കാരൊക്കെ ഇവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചനകളാണ് അല്ലെങ്കിൽ നേർക്കാഴ്ചകളാണ് നമുക്ക് ഇതുവഴി കാണാൻ പറ്റുക. പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ഡയറക്ടർ കം സ്ക്രിപ്റ്റ് റൈറ്റർ ആയ സതീഷ് കുമാർ എസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഇൻട്രോയിൽ നിന്ന് HROTD ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള സ്ഥാനം മാറ്റിയിരിക്കുന്നു സുഹൃത്തുക്കളെ, മാറ്റിയിരിക്കുന്നു. അപ്പോൾ എന്താണ് പിന്നെ പറയാനുള്ളത്? ഇവരുടെ ഓരോ തട്ടിപ്പുകളും നിമിഷങ്ങൾക്കകം പൊളിഞ്ഞു പോകുന്ന എല്ലാ പദ്ധതികളും നിമിഷങ്ങൾക്കകം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഇതിൻ്റെ ശരിയായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി നമ്മൾ ഏതായാലും പറ്റിക്കപ്പെട്ടു, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ഈ തട്ടിപ്പിനെതിരെ പ്രതികരിക്കേണ്ടത്, ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹൈറിച്ച് ജെനുവിനാണോ എന്നുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ കുറച്ച് പേരേ ഉള്ളൂ, ആയിരക്കണക്കിന് ആൾക്കാരൊന്നുമില്ല, ഒരു 10-200 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എല്ലാവിധ സംശയങ്ങൾക്കും അനുഭവസ്ഥരായ അല്ലെങ്കിൽ ഹൈറിച്ചിൽ ചെയ്തിരുന്ന ആൾക്കാർ മറുപടി നൽകുന്നതായിരിക്കും, അഡ്വക്കേറ്റുകൾ മറുപടി നൽകുന്നതായിരിക്കും. അതുമാത്രമാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ പണം നേരായ വഴിയിൽ സമ്പാദിച്ചതാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബഡ്സ് ആക്ട് പ്രകാരം തന്നെ നിങ്ങൾ ഈ കമ്പനിയുടെ ലയബിലിറ്റി ലിസ്റ്റിൽ വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെഷൻ കോർട്ടിലെ വിധിയുടെ കൂടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ലയബിലിറ്റി ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയും ജില്ലാ കളക്ടർ അതൊക്കെ വിതരണം ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങൾക്ക് ഇനി പേ ഔട്ടായിട്ട് ലഭിക്കാൻ സാധ്യത തീരെയില്ല തന്നെ പറയാം. ഇവരുടെ ക്രിപ്റ്റോ കറൻസിയുടെയും മറ്റ് കള്ളപ്പണം വെളുപ്പിച്ച കാര്യത്തെക്കുറിച്ചുമുള്ള അന്വേഷണം ഇ.ഡി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ മണി ചെയിനും
മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ബഡ്സ് ആക്ട് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിച്ച് കിടക്കുന്ന ഒരു കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായതിനാൽ അത് CBI ഏറ്റെടുക്കാനാണ് സാധ്യത. അതിൻ്റെ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോൾ മറ്റൊന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതുക. ഭാവിയിൽ നിങ്ങൾക്ക് കോടതിയുടെ തീർപ്പാകുന്ന ആ സമയം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൈസ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനിയുടെയൊക്കെ അസറ്റുകളൊക്കെ ലേലം ചെയ്തോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം കലക്ടറുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ആ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അതിൽ നിന്ന് ലയബിലിറ്റി ലിസ്റ്റ് പ്രകാരം ആ ലയബിലിറ്റി ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന തുക ലഭിക്കുകയാണ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്രയും കാലം വർഷങ്ങളോളം ഈ തട്ടിപ്പ് ആൾക്കാരുടെ ചതിയിൽപ്പെട്ടിട്ട് പിന്നെ അവർക്ക് അതുപോലെ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ അല്ലേ. നമ്മളൊരു എത്രയാ ശക്തിയുള്ള ആനയെ തളച്ച് അതിനെ ഇങ്ങനെ പിന്നെ പനമ്പട്ടിയും പിന്നെ അതൊക്കെ കൊടുത്ത് നമ്മളതിനെ പിന്നെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആന നമ്മൾ പറയുമ്പോൾ ഒരു വടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ വൃക്ഷം പോലും ചിലപ്പോൾ പിഴുതെറിയാൻ ശേഷിയുള്ള ആനയായിരിക്കും. പക്ഷേങ്കിൽ ഒരു തോട്ടിയുടെ ആ ഒരു വടി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപ്പാൻ്റെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആന അതുപോലെ അനുസരിക്കും. അതുപോലെയാണ് എത്ര പണം ഉണ്ടായിക്കോട്ടെ, എത്ര സമ്പത്തുണ്ടായിക്കോട്ടെ, നിങ്ങൾ വർഷങ്ങളോളം നിങ്ങൾ കേട്ട ഈ വിഡ്ഢികളായ കോട്ടിട്ട വിദ്യാഭ്യാസമില്ലാത്ത ഈ കോട്ടിട്ട ഈ നാറികളുടെ വാക്ക് ഒരുപാട് കാലം രാവിലെ മുതലേ കേൾക്കുന്നതാണ്, വാട്സപ്പിൽ കേൾക്കുന്നതാണ്. സാറേ എന്നൊക്കെ വിളിച്ചിട്ട് കേട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ തുടർന്നും ചിലപ്പോൾ ഇത്തരം നാറികളുടെ വാക്കുകൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ അവിശ്വസിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവും. അത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. അത് മനസ്സിലാക്കുന്നു നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഇപ്പോഴും ഇവർ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാവുക. അത് പിന്നെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അവരും നിങ്ങളെ തള്ളിപ്പറയുന്ന, അവരും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അതിനു വേണ്ടി കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ എവിടെ പോകാനാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇവരുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമായിരിക്കും. മിക്കവാറും ജാമ്യം നിഷേധിക്കുന്ന അവസരമാണ് ഉണ്ടാവുക. വൈകുന്നേരത്തോടു കൂടി കോടതിയിൽ കീഴടങ്ങി എന്നുള്ള വാർത്ത ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ പോസിറ്റീവായി ചിന്തിക്കുക, മറ്റ് തരത്തിലുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക, നിരാശ വെടിയുക, ജീവിതം മുന്നോട്ട് നയിക്കുക. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് ആണെന്നും മാത്രം കരുതുക. അപ്പോൾ എല്ലാ നിമിഷവും ആഘോഷിക്കുക. നിങ്ങളുടെ ഉള്ളിലെ മൂല്യം കളയാതെ തന്നെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈ.